ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ലോകത്തെവിടെയും ഇന്റർനെറ്റ് എത്തിക്കാൻ കെൽപ്പുള്ള വിപ്ലവകരമായിട്ടുള്ള സാങ്കേതിക വിദ്യ. എന്നാൽ ഭൂമിയിലുള്ള വൻ ശക്തികൾ വിചാരിച്ചാൽ ഈ ബഹിരാകാശ ഇന്റർനെറ്റിനെയും മുട്ടുകുത്തിക്കാമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. റഷ്യയുടെയും ചൈനയുടെയും സഹായത്തോടെ ഇറാൻ ആകാശത്ത് ഒരു ഡിജിറ്റൽ ഇരുമ്പ് മതിൽ തീർത്തിരിക്കുന്നു. ഇറാനിലെ സ്റ്റാർലിങ്ക് തരംഗങ്ങളെ ഒന്നടങ്കം ജാം ചെയ്തിരിക്കുകയാണ് റഷ്യൻ സാങ്കേതിക വിദ്യ. ട്രംപ് ഭരണകൂടം ഇതിനെതിരെ കടുത്ത അമർഷം രേഖപ്പെടുത്തുമ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് യുദ്ധത്തിനാണ്. ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമായതോടെയാണ് വാർത്താവിനിമയ ബന്ധങ്ങൾ സർക്കാർ വിച്ഛേദിച്ചത്. എന്നാൽ ഇതിനെ മറികടക്കാൻ പ്രതിഷേധക്കാർ ആശ്രയിച്ചത് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റിനെയാണ്. ഏകദേശം 40,000-ഓളം ടെർമിനലുകൾ വഴി പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ലോകമെമ്പാടും എത്തിത്തുടങ്ങി. ഇതോടെയാണ് റഷ്യയും ചൈനയും ഇറാന്റെ സഹായത്തിനെത്തിയത്. റഷ്യയുടെ പക്കലുള്ള ലോകത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള ജാമിംഗ് സംവിധാനങ്ങളായിട്ടുള്ള മർമാൻ സക് BN, പിന്നെ ക്രാസുക 4 എന്നിവയാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളെ വഴിതിരിച്ചു വിടാനും തടയാനും ഈ സംവിധാനങ്ങൾക്ക് സാധിച്ചു. ഫലം ഇറാനിലെ 80% സ്റ്റാർലിങ്ക് സേവനങ്ങളും നിലച്ചു. വെറും 30% തുടങ്ങിയ തടസ്സം ഇന്ന് സ്റ്റാർലിങ്കിനെ ഏതാണ്ട് പൂർണ്ണമായി നിശ്ചലമാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സ്റ്റാർലിങ്ക് പിടിക്കപ്പെടാത്ത ഒന്നായി ഇത്ര കാലം കരുതിയിരുന്നത്? സാധാരണ ഇന്റർനെറ്റ് സേവനങ്ങൾ പ്രാദേശിക കേബിളുകളെയോ ടവറുകളെയോ ആശ്രയിക്കുമ്പോൾ സ്റ്റാർലിങ്ക് നേരിട്ട് ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രാദേശികമായിട്ടുള്ള സെൻസർഷിപ്പ് ഇതിൽ അസാധ്യമായിരുന്നു. 2022 ഹിജാബ് വിരുദ്ധ പ്രതിഷേധ സമയത്തും ജൂലൈയിലെ ഇറാൻ ഇസ്രയേൽ യുദ്ധകാലത്തും ഇറാൻ ജനത ലോകവുമായി ബന്ധപ്പെട്ടത് സ്റ്റാർലിങ്ക് വഴിയാണ്. ഇത് തടയാൻ സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നത് ചാരവൃത്തിയായി കണക്കാക്കി വധശിക്ഷ വരെ നൽകുന്ന നിയമവും ഇറാൻ കൊണ്ടുവന്നെങ്കിലും സാങ്കേതികമായി ഇതിനെ തടയാൻ അവർക്ക് റഷ്യൻ സഹായം തന്നെ വേണ്ടി വന്നു. ഈ നീക്കം ഇലോൺ മസ്കിന് മാത്രമല്ല വരാനിരിക്കുന്ന അമേരിക്കൻ ഭരണകൂടങ്ങൾക്ക് പോലും വലിയൊരു വെല്ലുവിളിയാണ്. ഇറാനിൽ ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കുന്ന ഇലോൺ മസ്കുമായി സംസാരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സ്റ്റാർലിങ്ക് പൂർണ്ണമായും ജാം ചെയ്യപ്പെട്ടത് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ ഡിജിറ്റൽ നയതന്ത്രത്തെ റഷ്യയും ചൈനയും ചേർന്ന് നേരിടുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണിത്. 80 ദശലക്ഷം ഇറാൻ ജനത ഇപ്പോൾ ഒരു ഡിജിറ്റൽ ഇരുട്ടിലായിരിക്കുകയാണ്. ഒരു വശത്ത് അത്യാധുനിക സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യ, മറുവശത്ത് അതിനെ വെല്ലുന്ന സൈനിക ജാമിംഗ് സിസ്റ്റം. ഇതൊരു പുതിയ ഒരു തരം യുദ്ധത്തിന്റെ തുടക്കമാണ്. സാങ്കേതിക വിദ്യ കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കാമെന്ന് ലോകം കരുതിയപ്പോൾ ആ സാങ്കേതിക വിദ്യയെ എങ്ങനെ നിശ്ചലമാക്കാമെന്ന് ഈ വൻശക്തികൾ കാട്ടിത്തരുന്നു. ഇറാന്റെ ആകാശത്ത് ഇപ്പോൾ ഇലക്ട്രോണിക് തരംഗങ്ങളുടെ നിശബ്ദ യുദ്ധം നടക്കുകയാണ്. അമേരിക്കയുടെയും മസ്കിന്റെയും അടുത്ത നീക്കം എന്തായിരിക്കും? കാത്തിരുന്ന് തന്നെ കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.